നമസ്തേ. ഇന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് സ്നേഹവും അംഗീകാരവും. ഈ സ്നേഹത്തിന്റെ ലഭ്യത കുറവ് മനുഷ്യനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ അംഗീകാരം ലഭിക്കാതെ വരുന്നതും ഈ രണ്ട് കാര്യങ്ങളുടെ അഭാവം മാനസിക പ്രശ്നങ്ങളിലേക്കും ജീവിതത്തിന്റെ തകർച്ചയിലേക്കും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് തുടങ്ങി ഒരുപാട് നെഗറ്റിവിറ്റീസിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നീഡ് എന്നുള്ള നിലയിൽ മനുഷ്യൻ ഏത് സമയത്തും ഇത് ലഭിക്കുവാൻ വേണ്ടി പല എക്സ്ട്രീംസ് വരെയും പോകാറുണ്ട്. ചില ആളുകൾ ഇതിനുവേണ്ടി യാചിക്കാറുണ്ട്. ചില ആളുകൾ ഇതിനുവേണ്ടി മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യുന്ന ഒരു പീപ്പിൾ പ്ലീസറായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ചില ആത്മീയ രഹസ്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾ യാചിക്കുന്നതിന് പകരം നിങ്ങളിലേക്ക് ആകർഷിച്ചെടുക്കുവാനായിട്ട്. ചില ആളുകൾക്ക് ജന്മനാ ഈ ഒരു സിദ്ധിയോടുകൂടി അല്ലെങ്കിൽ ഈ വരങ്ങളോടുകൂടി ജനിക്കുന്നു. അല്ലെങ്കിൽ ചില ആളുകൾ അതിനെ ആക്വയർ ചെയ്തെടുക്കുകയാണ് ത്രൂ സ്പിരിച്വൽ അല്ലെങ്കിൽ സൈക്കോളജിക്കലുമായിട്ടുള്ള പ്രാക്ടീസസിലൂടെ. അത് ഏതൊക്കെയാണെന്നുള്ളത് വളരെ ലഘുവായിട്ട് ഈ വീഡിയോയിൽ വിവരിക്കുകയാണ്. ഏറ്റവും ഒന്നാമതായിട്ട് പറയാനുള്ളത് കാംനെസ് ഈസ് പവർ എന്നുള്ളതാണ്, അഥവാ ശാന്തതയാണ് ഏറ്റവും വലിയ ശക്തി എന്നുള്ളതാണ്. ഇന്ന് ഈ ലോകത്ത് ആളുകൾ ഒരുപാട് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് സംസാരിക്കാതെ നിശബ്ദത പാലിച്ചുകൊണ്ടിരിക്കാനായിട്ട് ആർക്കാണോ സാധിക്കുന്നത് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുകയാണ്, അവിടെ ഒരു സ്പേസ് ഉണ്ടാവുകയാണ്. ആ ഒരു ഗ്യാപ്പിലേക്ക്, ആ ഒരു സ്പേസിലേക്ക് മറ്റുള്ളവർക്ക് എത്തിച്ചേരുവാനുള്ള ഒരു ആകർഷണം അവിടെ ഉണ്ടാവുകയാണ്. തമോഗർത്തങ്ങൾ മറ്റുള്ളവയെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന ഏറ്റവും വലിയ ശക്തിയാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു വൈൽഡ് ബീസ്റ്റ്, ഒരു വൈൽഡ് ആനിമൽ ആണെങ്കിൽ പോലും അതിന് ഏറ്റവും ശാന്തമായിട്ടുള്ള സ്ഥലങ്ങളിലേക്കാണ് അത് എപ്പോഴും വിശ്രമത്തിനും മറ്റും പോകുന്നത്. അതുപോലെ തന്നെ മനുഷ്യനും എപ്പോഴും ശാന്തത, അതൊരു എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളാണെങ്കിലും ഒരു അന്തർമുഖനാണെങ്കിലും ഒക്കെ ശാന്തത വളരെ പ്രയോറിറ്റൈസ് ചെയ്യപ്പെടുന്നു. അപ്പം കാംനെസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കാമായിട്ടുള്ള ആ ഒരു ഓറ ആളുകളെ അട്രാക്ട് ചെയ്യാനായിട്ട് പ്രാപ്തിയുള്ളതാണ്. സോ മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാനായിട്ട് ഒരുപാട് സംസാരിച്ചുകൊണ്ട് അങ്ങോട്ട് ഇടിച്ചു കയറി ചെല്ലേണ്ട ആവശ്യമോ അല്ലെങ്കിൽ അതിനുവേണ്ടി വ്യഗ്രതപ്പെടുകയോ ആൻഷ്യസ് ആകേണ്ട ആവശ്യമോ ഇല്ല. അതിനു പകരം കാമായിട്ടിരിക്കുക, ശാന്തരാകുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, വളരെ ബഹളമയമായിട്ടുള്ള ഒരു മീറ്റിംഗ് പോലും പെട്ടെന്നൊരു നിശബ്ദത വരുന്ന സമയത്ത് എല്ലാവരും പരസ്പരം നോക്കുന്നു. ബിക്കോസ് പീപ്പിൾ ഏത് സമയത്തും സീക്ക് ചെയ്യുകയാണ് ഈ ഒരു ഗ്യാപ്പിനെ, ഈ ഒരു സ്പേസിനെ ഫില്ല് ചെയ്യുവാനായിട്ട്. രണ്ടാമത്തെ വസ്തുത എന്നത് സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, അതായത് പുകവലി അല്ലെങ്കിൽ മദ്യപാനം, പോണോഗ്രഫി കാണുന്ന അഡിക്ഷൻ അല്ലെങ്കിൽ മാസ്റ്റർബേഷനോടുള്ള അഡിക്ഷൻ, അല്ലെങ്കിൽ മോശമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് മാറാൻ പറ്റാതെ അടിമത്തത്തിൽ പെട്ടുപോയിട്ടുള്ള അവസ്ഥകൾ, ഇതെല്ലാം നെഗറ്റീവായിട്ടുള്ള ഹാബിറ്റ്സ് ആണ്. ഇത്തരത്തിലുള്ള പൂവറായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഹാബിറ്റ്സ് ഈസ് ഈക്വൽ ടു ലോ സെൽഫ് ഇമേജ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ പുവർ സെൽഫ് ഇമേജ് എന്നുള്ളതാണ്. അതായത് അവനവനെ കുറിച്ച് തന്നെയുള്ള ആ ഒരു വീക്ഷണത്തിനെ അത് വളരെ മോശമായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ലോ സെൽഫ് എസ്റ്റീമും അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് മറ്റുള്ളവരിലേക്ക് ഫ്രീ ആയിട്ട് ഇറങ്ങിച്ചെല്ലാനായിട്ട് സാധിക്കാതെ വരുന്ന അവസ്ഥകളുണ്ട്. ഒരു ഇൻട്രോവേർഷൻ്റെ ഡയമെൻഷൻ അല്ല ഞാനിവിടെ പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള നെഗറ്റിവിറ്റീസ് സമൂഹത്തിലേക്ക് കോൺഫിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ശാന്തമായിട്ട് ആൻസൈറ്റി ഇല്ലാതെ ഇറങ്ങുന്നതിനെ തടയുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റിവെക്കുക, അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുക, അതിൽ നിന്ന് മോചനം നേടുക എന്നുള്ളതാണ്. സ്വയം അതിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഒരു മനഃശാസ്ത്രജ്ഞൻ്റെയോ അല്ലെങ്കിൽ ഒരു ഗൈഡിൻ്റെയോ സപ്പോർട്ട് എടുക്കുക എന്നുള്ളതും കൂടിയാണ്. വൺസ് ഇത്തരത്തിലുള്ള നമ്മുടെ സെൽഫ് ഇമേജിനെ പുവറാക്കി മാറ്റുന്ന അല്ലെങ്കിൽ അശക്തമാക്കി മാറ്റുന്നതും ഇൻഫീരിയർ ആക്കി മാറ്റുന്നതുമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ബാഡ് ഹാബിറ്റ്സിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺഫിഡൻ്റ് ആയിട്ട് പബ്ലിക്കിലേക്ക് ഇറങ്ങാനും അതുപോലെ തന്നെ വ്യക്തികൾ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരാനുമായിട്ടുള്ള സാധ്യത വളരെ അധികമാണ്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് റീഡ് ബിറ്റ്വീൻ ലൈൻസ് എന്നുള്ളതാണ്. അതായത് വരികൾക്കിടയിലൂടെ വായിക്കുക. വ്യക്തികൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അഥവാ ആശയവിനിമയം നടത്തുന്ന സമയത്ത് ഏകദേശം അതിൻ്റെ 75% ഭാഗവും നോൺ വെർബൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്യുപ്പൈ ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ സംസാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അവരുടെ ബോഡി ലാംഗ്വേജ് വളരെ പ്രാധാന്യം വഹിക്കുന്നു. അപ്പോൾ ആളുകളെ അതിൽ നിന്ന് റീഡ് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്ന സമയത്ത് ആക്റ്റീവായിട്ടുള്ള ഒരു ആക്റ്റീവ് ലിസണിങ്ങിൻ്റെയോ അല്ലെങ്കിൽ അവരെ അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെയോ അവരെ പരിഗണിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെയോ അവരെ ശ്രദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെയോ ഒരു ബോഡി ലാംഗ്വേജ് നമ്മൾക്ക് അവരിലേക്ക് കാണിക്കാനായിട്ട് സാധിക്കണം. ചിലരിൽ ഇത് സ്വമേധയാ വരും, കാരണം അവർ ഓൾറെഡി ഒരു ഓപ്പൺ മൈൻഡഡ് ലിസണറാണ് എന്നതുകൊണ്ടാണ്. ബട്ട് ഇതില്ലാത്ത ആളുകൾക്ക് ഈ സ്കിൽസ് നമുക്ക് ആക്വയർ ചെയ്തെടുക്കാനും സാധിക്കും.
WHO പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന്റെ ഒരു ഭാഗമാണ് ഇത് എന്നുള്ളതും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത് നിങ്ങളെ ഒരു ഇറസിസ്റ്റിബിൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആക്കി മാറ്റിയെടുക്കാനും മറ്റുള്ളവരെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നതിലേക്കും വഴിവെക്കുന്നു. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഒരുവനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് റിവീൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള ആസ്പെക്ട്സ് മുതൽ എല്ലാ കാര്യങ്ങളും ഒരു തുറന്ന പുസ്തകമാക്കി കൊടുക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് വരിക. ഒരു കള്ളത്തരത്തിന്റെ മുഖംമൂടി വെക്കുന്ന അവസ്ഥയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ആവശ്യമില്ലാതെ എല്ലാ കാര്യങ്ങളും അവനവനെക്കുറിച്ചുള്ളത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കാണ്ടിരിക്കുക. അത് നിങ്ങളിലേക്ക് വെക്കുക. അത്രയും പ്രാധാന്യം നിങ്ങളുടെ കാര്യം പറയാനായിട്ട് അവിടെ ഒരു സ്പേസ് ഉണ്ട്, ഒരു ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർക്കോ സൊസൈറ്റിക്കോ നിങ്ങൾക്കോ ഒരു ബെനഫിറ്റ് ഉണ്ടാകുന്നുണ്ട് എന്നെങ്കിൽ ആ ഒരു പ്ലേസിൽ മാത്രമാണ് നമ്മൾ നമ്മളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടതുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളോട് കൂടി ആയിരിക്കട്ടെ. ഈ ഒരു മിസ്റ്ററി എന്ന് പറയുന്നത്, നിഗൂഢത എന്ന് പറയുന്നത് നിങ്ങളിലേക്കുള്ള മറ്റുള്ളവരുടെ ക്യൂരിയോസിറ്റിയെ വളർത്തുകയും അതുകൊണ്ട് തന്നെ ആളുകൾ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരാനായിട്ടുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ്. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിരുന്ന ബോഡി ലാംഗ്വേജുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക്കിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ജോലി സ്ഥലമായിക്കോട്ടെ, നിങ്ങൾ പഠിക്കുന്ന സ്ഥലമായിക്കോട്ടെ, വേറെവർ ഇറ്റ് ഈസ്, നിങ്ങൾ എവിടേക്കാണോ പോകുന്നത് ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ഒരു സോഫ്റ്റ് ഫേസോട് കൂടി പോവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സൗന്ദര്യമുള്ള ഫേസ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഉള്ള ആ ഒരു സ്റ്റിഫ്നെസ് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. മലയാളത്തിൽ നമ്മൾ സാധാരണഗതിയിൽ നാടൻ രീതിയിൽ പറയാറുണ്ട് അയാൾക്ക് ഭയങ്കര പിടുത്തമാണ് എന്നുള്ളത്. ആ മസിൽ പിടുത്തം അല്ലെങ്കിൽ ആ ഒരു എയർ പിടുത്തം എന്നൊക്കെ പറയുന്ന കാര്യം അത് നമ്മളിലേക്ക് നിൽക്കുന്ന സമയത്ത് ആളുകൾ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവുകയില്ല. മറിച്ച് നമ്മൾ ഫ്രീ ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് പോകുന്ന സമയത്ത് ഒരാളുണ്ടായിരുന്നു, എപ്പോഴും വെൽ സ്യൂട്ടഡ് ആയിട്ട് മസിൽ പിടിച്ച് നടക്കുന്ന ഒരാളായിരുന്നു. അയാൾ ഇങ്ങനെ സങ്കടം പറയുകയാണ്, എന്നിലേക്ക് ആരും എൻ്റെ അടുത്തേക്ക് എത്തപ്പെടുന്നില്ല. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, നിങ്ങൾ ഇത്തരത്തിലുള്ള വേഷവിധാനത്തിലും രൂപഭാവത്തിലും നിൽക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ആളുകൾക്ക് നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഫ്രീ ആൻഡ് റിലാക്സ്ഡ് മാനറിൽ എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഐ കോണ്ടാക്റ്റ് വളരെ പ്രധാനമാണ്. പലർക്കും മറ്റുള്ളവരുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ അതിലേക്ക് നോക്കുന്ന സമയത്ത് എന്തൊക്കെയോ ഡിസ്കംഫർട്ട് ആയിട്ടുള്ള കണ്ടീഷൻസ് ഫീൽ ചെയ്യുകയാണ്. പക്ഷെ ഇതിനെ മാറ്റി ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ടും അതുപോലെ തന്നെ ഒരു റിലാക്സ്ഡ് മാനറിൽ മറ്റുള്ളവരോട് ഇടപെടാനായിട്ട്, ശാന്തമായിട്ട് ഒരു കാമായിട്ടുള്ള വേയിൽ ഇടപെടാനായിട്ട് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ കൂടുതൽ അട്രാക്റ്റഡ് ആയിട്ട് ഇത്തരം വ്യക്തികളിലേക്ക് എത്തപ്പെടുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ യു ആർ ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് മറ്റുള്ളവർക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു ബോഡി ലാംഗ്വേജും പോസ്ചറും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതാണ്. ഇതൊന്നും എഫേർട്ട് എടുത്തിട്ട് ചെയ്യേണ്ട കാര്യമല്ല. ജെനുവിനായിട്ട് ഒരാളെ പരിഗണിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ കാര്യങ്ങൾ അവിടെ വന്നു ചേരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ കാര്യങ്ങൾ സ്ലോ ആയിട്ട് ചെയ്യുക. വ്യഗ്രതയിലല്ല, വേഗത്തിൽ ചെയ്യേണ്ട ആവശ്യമില്ല. സ്ലോ ആയിട്ട് ചെയ്യുന്നത് ഇമോഷണൽ സ്റ്റെബിലിറ്റീനെയാണ് കാണിക്കുന്നത്. ആളുകൾക്ക് ആ സമയത്ത് നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് തോന്നും. അതേസമയം വളരെ വ്യഗ്രതപ്പെട്ട് ധൃതി പിടിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാളിലേക്ക് ആളുകൾക്ക് അടുക്കാനായിട്ട് തോന്നുകയില്ല. അയാൾ ഭയങ്കര തിരക്കിലാണ് അല്ലെങ്കിൽ വ്യഗ്രതയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ നാച്ചുറലായിട്ട് അവരിൽ നിന്ന് അകന്നു മാറി പോവുകയാണ് ചെയ്യുക. സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻ്റർവ്യൂ എന്നാണ് ഇതിനെ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഡിഗ് ചെയ്ത് പോകുന്നതിന് പകരം പോസിറ്റീവായിട്ടുള്ള ആസ്പെക്ട്സിൽ ഫോക്കസ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെക്കുറിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ ഓൾറെഡി അറിയുന്ന കാര്യമായിരിക്കും, ബട്ട് അവർക്കത് പറയുമ്പോൾ ഒരു ആത്മാഭിമാനവും സന്തോഷവും ലഭിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ. ഇതൊരു പീപ്പിൾ പ്ലേസിംഗ് അല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ബ്രില്യൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ നേട്ടങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ വിവിധ കാര്യങ്ങളിലുള്ള അവരുടെ കാഴ്ചപ്പാടുകളെക്കുറിച്ചോ അത് അവരുടെ വ്യക്തിത്വത്തിലേക്ക് നുഴഞ്ഞു കയറുന്നതായിട്ട് തോന്നാനും പാടില്ല. അവരുടെ ബൗണ്ടറീസിനെയോ പേഴ്സണൽ സ്പേസസിനെയോ ക്രോസ് ചെയ്യാത്ത വിധത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുക. പോസിറ്റീവായിട്ടുള്ള ആശയങ്ങളെക്കുറിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ അവരുടെ വീക്ഷണങ്ങളെക്കുറിച്ച് ചോദിക്കുക, താല്പര്യങ്ങളെക്കുറിച്ച് ചോദിക്കുക. ഇങ്ങനെയുള്ള അധികം പ്രൈവറ്റ് അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച്, ചിലപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പോലും ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏലിയൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ പൊളിറ്റിക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ബിസിനസ്സിനെ കുറിച്ചോ ഫിനാൻസിനെ കുറിച്ചോ ഇപ്പോഴത്തെ ഈ ലോകത്തിന്റെ പോക്കിനെ കുറിച്ചോ അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും ആളുകൾക്ക് സംസാരിക്കാൻ താല്പര്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുക. ഇത് കൂടുതലായിട്ട് ചോദിച്ച് മറ്റുള്ളവരെ മുഷിപ്പിക്കരുത്. ഇത് കുറച്ചു നേരം സംസാരിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തിയുടെ വേവ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ബോഡി ലാംഗ്വേജും കൂടി അനലൈസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും മനസ്സിലാകും. അതുപോലെ തന്നെ നിങ്ങളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന, ഡീവാല്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത രീതിയിലുള്ള കംപ്ലൈൻസുകൾ പറയുന്ന കാര്യങ്ങളെ ഇഗ്നോർ ചെയ്തു പോവുക. അതിലേക്ക് കൂടുതൽ സമയമോ ഊർജമോ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അതിലേക്ക് നിങ്ങൾ ഊർജവും സമയം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ദേഷ്യത്തിൽ തുടങ്ങിയത് നാണത്തിൽ അവസാനിക്കുന്നു എന്നാണ് പറയുന്നത്.
സോ ദേഷ്യം അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യേണ്ടി വരുന്നതായിട്ടുള്ള സന്ദർഭങ്ങളെ പരമാവധി ഒഴിവാക്കി പോവുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അസേർട്ടീവായിട്ട് നമ്മൾ ഒരു വെൽ ബിൽറ്റ് ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്തോടു കൂടി സമൂഹത്തിലേക്ക് ഇടപെടുന്ന സമയത്ത് തീർച്ചയായിട്ടും ആളുകൾ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരും എന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമസ്തേ.